നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചിമ്മിനി ഉൾക്കാട്ടിൽ ഫോറസ്റ്റ് വാച്ചറെ കാട്ടാന ചവിട്ടിക്കൊന്നു. എച്ചിപ്പാറ ഉന്നതിയിലെ മലയൻ വീട്ടിൽ കുമാറാണ് മരിച്ചത്. ഫയർലൈൻ ജോലികൾക്കായി പോയ 6 അംഗ സംഘത്തിന് നേരെയാണ് പിടിയാനയുടെ ആക്രമണമുണ്ടായത്. രാജ്യത്ത് വാണിജ്യ LPG ക്ഷാമം രൂക്ഷം. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിൽ. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ മാറ്റി. SNDP തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് ഹൈക്കോടതി ഉത്തരവ്. നാട്ടികയിൽ CC മുകുന്ദന് കോൺഗ്രസ് പിന്തുണയില്ല. മുകുന്ദൻ വിമതനായി മത്സരിച്ചാൽ CPI സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ഭിന്നിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടൽ. നാട്ടികയിൽ സുനിൽ ലാലൂർ UDF സ്ഥാനാർത്ഥിയായേക്കും. വേനൽ ചൂടേറുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് 36 ഡിഗ്രി വരെ ചൂടുയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. അന്തരീക്ഷ താപനില പരിധിക്കപ്പുറം ഉയരുന്നത് സൂര്യാഘാതത്തിനും സൂര്യാതപത്തിനും കാരണമായേക്കാമെന്ന് മുന്നറിയിപ്പുണ്ട്. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിൽ ഒരു വിഭാഗം നഴ്സുമാരുടെ സമരം തുടരുന്നു. സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ആശുപത്രി മാനേജ്മെന്റുകൾ. തൃശൂർ സ്വരാജ് റോഡ് BMBC നിലവാരത്തിൽ പുനരുദ്ധരിക്കുന്നതിന്റെ ഉദ്ഘാടനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പൈങ്കുളം റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന്റെ സാമൂഹ്യ ആഘാത പഠനത്തിന് ഉത്തരവായത് K. രാധാകൃഷ്ണൻ MP അറിയിച്ചു. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഏനാമാവ് റെഗുലേറ്ററിനോട് ചേർന്നുള്ള ഫേസ് കനാലിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മണലൂർ പുത്തനങ്ങാടി സ്വദേശി ചിനാപ്പള്ളി ആൻഡു മകൻ 44 വയസ്സുള്ള റിജുവാണ് മരിച്ചത്. ഗുരുവായൂർ മമ്മിയൂരിൽ ടിപ്പർ ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ചൊവ്വല്ലൂർ കുറുവങ്ങാട്ടിൽ അമർനാഥിനാണ് പരിക്കേറ്റത്. ഡിജിറ്റൽ റീസർവേ ഉപകരണങ്ങൾ വാങ്ങിയതിൽ 364 കോടിയുടെ അഴിമതി ആരോപിച്ച് മന്ത്രി K. രാജനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് UDF ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ മണ്ണുത്തി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ യോഗം KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. മാള കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയം നിർമ്മാണത്തിൽ വീഴ്ച സംഭവിച്ചതിനെതിരെ വിജിലൻസിൽ പരാതി. 1-ാം നിലയ്ക്ക് ഗോവണി ഉൾപ്പെടുത്താതെ നിർമ്മിച്ചതിനെതിരെയാണ് പരാതി. പുതുക്കാട് മണ്ഡലത്തിൽ NDA തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. നെല്ലായിയിൽ ചുമരെഴുത്ത് നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രചരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മണലൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനിരിക്കെ പ്രൊഫസർ C. രവീന്ദ്രനാഥ് വിവിധ പഞ്ചായത്തുകളിൽ സന്ദർശനം നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV. ഹരിദാസൻ, മണലൂർ ഏരിയ സെക്രട്ടറി PA. രമേശൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. പരക്കാട് APS സ്കൂളിന്റെ ഉടമസ്ഥാവകാശവും നടത്തിപ്പും കൈമാറ്റം ചെയ്യാൻ കപ്പൽപ്പള്ളി സ്ഥാപനങ്ങളുടെ മാനേജരായ ഫാദർ റോയ് ജോസഫ് അടക്കന് നൽകിയ അനുമതി പൊതുവിദ്യാഭ്യാസ വകുപ്പ് റദ്ദാക്കി. എറവ് സ്വദേശി രതിലാൽ നൽകിയ പരാതിയിലാണ് നടപടി. പരിശുദ്ധ റംസാന്റെ 21-ാം ദിവസവും അന്തിക്കാട് മഹല്ല് കമ്മിറ്റി ജീരകക്കഞ്ഞി വിതരണം നടത്തി. മഹല്ല് കമ്മിറ്റി സെക്രട്ടറി KK അബ്ദുൽ സലാം, കമ്മിറ്റി ഭാരവാഹികളായ പുഴങ്കരയിലത്ത് അബ്ദുൽ ഖാദർ, സൈനുദ്ദീൻ പട്ടാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. BJP നാട്ടിക മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഉദ്ഘാടനം താന്യം പഞ്ചായത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, ജില്ലാ സെക്രട്ടറി EP ഹരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി യുവജന ഗ്രൂപ്പുകൾക്കുള്ള വാദ്യോപകരണങ്ങളുടെ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NC സതീഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 1 പവന് 1,18,960 രൂപയായി. ദേശീയ യോഗാ താരവും വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുമായ അർജുനന് നാഷണൽ സർവീസ് സ്കീം നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം നടന്നു. മന്ത്രി V. ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ GLP സ്കൂളിൽ ശീതീകരിച്ച ക്ലാസ് മുറികൾ തുറന്നു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായ മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ത്രൈമാസ പ്രസംഗ പരിശീലന കോഴ്സിന് തുടക്കമായി. റിട്ടയർഡ് DYSP ഡോക്ടർ KB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ 103-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ ടഗ് ഓഫ് മത്സരത്തിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ കൊടകര സഹൃദയ കോളേജ് ചാമ്പ്യന്മാരായി.
സഹൃദയ കോളേജിൽ നടന്ന മത്സരങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ജി ബിബിൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം താലൂക്ക് ആശുപത്രിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് പ്രവാസി വ്യവസായി ഷാജു സൈമൺ, വ്യാപാരി ഡർബി എന്നിവരുടെ നേതൃത്വത്തിൽ ചികിത്സാ പരിചരണ ഉപകരണങ്ങൾ കൈമാറി. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചേറ്റുവ പടിഞ്ഞാറെ മഹ്ളറ പള്ളിയിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. ഇസാഖ് തൊട്ടുങ്ങൽ, അബ്ദുൾ ജലാൽ, ES ബക്കർ, ഷാഹുൽ ഹമീദ് എന്നിവർ നേതൃത്വം നൽകി. വാണിജ്യ വാതക സിലിണ്ടർ നിയന്ത്രണം തുടർന്നാൽ സംസ്ഥാനത്ത് വിവാഹ സദ്യ ഉൾപ്പെടെ മുടങ്ങുമെന്ന് ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ. മുൻകൂട്ടി ബുക്കിംഗ് ഏറ്റെടുത്തിരുന്ന കാറ്ററിംഗ് സ്ഥാപനങ്ങൾ സിലിണ്ടർ ലഭിക്കാത്തതിനാൽ ആശങ്കയിൽ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് പാസാക്കി. ദേവസ്വം ബോർഡിന് കീഴിലെ എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിലും ഓഫീസുകളിലും ആരംഭിച്ചിട്ടുള്ള കമ്പ്യൂട്ടറൈസേഷനും ഓൺലൈൻ ഫയലിംഗ് സംവിധാനവും കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനം. കയ്പമംഗലം കൂരിക്കുഴി സഹോദര കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി. കൂരിക്കുഴി ബാബുലുലു മദ്രസ പ്രധാനാധ്യാപകൻ അബ്ദുൾ റഷീദ് സക്കാഫി ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ സ്വദേശി റാഫി ജോസ് കോമയിലായത് തൃശൂർ ദയ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്നാണെന്നാരോപിച്ച് ശനിയാഴ്ച ആശുപത്രിയിലേക്ക് കല്ലൂർ പൗരസമിതി മാർച്ച് നടത്തും. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക, കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. അധ്യാപക പരിശീലന രംഗത്ത് പ്രമുഖ കലാലയമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ ട്രെയിനിംഗ് കോളേജിന്റെ 80ാം വാർഷികം ശനിയാഴ്ച ആഘോഷിക്കും. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. യാത്രിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൊബൈൽ ഫോട്ടോ പ്രദർശന മത്സരത്തിന് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറി തുടക്കമായി. ഞായർ വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ 2 വിഭാഗങ്ങളിലായാണ് ഫോട്ടോ പ്രദർശനവും മത്സരവും നടക്കുന്നത്. പൂങ്കുന്നം സെന്റ് ജോസഫ്സ് പള്ളിയിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ റെന്നി മുണ്ടൻകുര്യൻ കൊടിയേറ്റം നിർവഹിച്ചു. മെയ് 6-നാണ് ഊട്ടുതിരുനാൾ. NDAയുടെ തൃശൂർ നിയോജക മണ്ഡലത്തിലെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചുവരെഴുത്ത് നടത്തി. ശക്തനഗർ KSRTC റോഡിലെ മതിലിൽ താമര ചിഹ്നം വരച്ചാണ് പ്രചരണത്തിന് തുടക്കമിട്ടത്. കടവല്ലൂർ പഞ്ചായത്തിലെ 257 വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായി സൈക്കിളുകൾ വിതരണം ചെയ്തു. കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം M ബാലാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പാവർട്ടി പ്രസ് ഫോറം ഇഫ്താർ സംഗമം നടത്തി. പാവർട്ടി ജോളി വില്ല ഹാളിൽ നടന്ന ഇഫ്താർ സാംസ്കാരിക സംഗമം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AA ഫിജിന ഉദ്ഘാടനം ചെയ്തു. കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് ആചരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്വപ്ന പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. പെരിഞ്ഞനം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നികളുടെ ആക്രമണം രൂക്ഷമാകുന്നു. വാഴകൾ, തെങ്ങിൻ തൈകൾ, കവുങ്ങിൻ തൈകൾ, പച്ചക്കറി, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ വ്യാപകമായി നശിപ്പിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന പഠനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PT സുശാന്ത് അധ്യക്ഷനായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ലൈഫ് മിഷൻ സമ്പൂർണ്ണ പാർപ്പിട പ്രഖ്യാപനം നടന്നു. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.